നമസ്കാരം. സെനറ്റ് ബിൽ അംഗീകരിച്ചു. അങ്ങനെ അമേരിക്കയിലെ ജനങ്ങളെ നട്ടം തിരിച്ച പ്രതിസന്ധിയിലാഴ്ത്തിയ അമേരിക്കയിലെ സർക്കാർ ഷട്ട്ഡൌണിന് വമ്പൻ പ്രതിസന്ധികൾക്ക് വിരാമമിട്ടുകൊണ്ട് ഒടുവിൽ അന്ത്യമായി. സെനറ്റ് അംഗീകരിച്ച ബില്ല് റിപ്പബ്ലിക്കൻ നിയന്ത്രിത ജനപ്രതിനിധി സഭ 222-ൽ 209 വോട്ടുകൾക്ക് പാസ്സായതോടെയാണ് സകലതിനും തിരശ്ശീല വീണത്. ഡെമോക്രാറ്റുകളുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയോടെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ അംഗങ്ങളെ ഒരുമിപ്പിച്ചു നിർത്താൻ ഈ വോട്ടെടുപ്പിലൂടെ സാധിച്ചു. ഫെഡറൽ ഹെൽത്ത് ഇൻഷുറൻസ് സബ്സിഡികൾ നീട്ടാനുള്ള ശ്രമം പരാജയപ്പെട്ടതിലുള്ള അമർഷത്തിലാണ് ജനപ്രതിനിധി സഭയിലെ ഡെമോക്രാറ്റുകൾ. അമേരിക്കൻ ജനതയെ ഭരണത്തിലേറിയ നാൾ മുതൽ ഓരോ നട്ടപ്രാന്ത് കൊണ്ട് ജനങ്ങളെ ആകെ വലയ്ക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. 43 ദിവസം ഖജനാവ് പൂട്ടിയതോടെ സർക്കാർ ഓഫീസുകൾ ഓരോന്നായി അടച്ചു. ഈ അടച്ചുപൂട്ടൽ ഓരോ മേഖലയും സാരമായി ബാധിക്കുകയായിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബില്ലിൽ ഒപ്പുവെച്ചതോടെയാണ് ഖജനാവ് ഔദ്യോഗികമായി തുറന്നെങ്കിലും കാര്യങ്ങൾ സാധാരണ നിലയിലാകാൻ സമയമെടുക്കും. ധനവിനിയോഗ ബിൽ പാസ്സാകാത്തതിനെ തുടർന്ന് യുഎസിലെ വിമാന സർവീസുകളടക്കം തകിടം മറിഞ്ഞു. ട്രംപിന്റെ സ്ഥിരം നയമായി മാറിയിരിക്കുകയാണ് ഈ സർക്കാർ അടച്ചുപൂട്ടൽ. 2019 ട്രംപിന്റെ ആദ്യ സർക്കാരിന്റെ കാലത്ത് 35 ദിവസം നീണ്ട ഖജനാവ് അടച്ചുപൂട്ടൽ നടത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ആ റെക്കോർഡ് തകർത്ത് 43 ദിവസമാക്കി. ഒക്ടോബർ 1-നാണ് യുഎസിൽ ബഡ്ജറ്റ് വർഷം തുടങ്ങുന്നത്. സെപ്റ്റംബർ 30-ഓടെ സർക്കാരിന്റെ ചെലവിനുള്ള 12 ബില്ലുകൾ കോൺഗ്രസ് പാസ്സാക്കണം. അതുണ്ടായില്ലെങ്കിൽ ബില്ലുകൾ പാസ്സാകും വരെ ഖജനാവ് പൂട്ടും. അതായിരുന്നു സംഭവിച്ചത്. അതേസമയം ജനുവരി 30-ന് പുതിയ പ്രതിസന്ധി വരുമെന്നും യുഎസ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. നിർത്തലാക്കിയ ആരോഗ്യ പരിരക്ഷാ ആനുകൂല്യങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതായിരുന്നു ഡെമോക്രാറ്റുകളുടെ കടുംപിടുത്തം നടത്താനുള്ള കാരണം. ദൈനംദിന ചെലവ് കണ്ടെത്താൻ വഴിയില്ലാത്തതിനാൽ ബഡ്ജറ്റ് 7 ലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്ക് താൽക്കാലികമായ തൊഴിൽ നഷ്ടമുണ്ടാക്കിയിരുന്നു. പലരോടും ശമ്പളമില്ലാതെ അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചു. അവശ്യ സർവീസുകൾ ഒഴികെ എല്ലാ വകുപ്പുകളെയും ഇത് ബാധിച്ചു. ദേശീയോദ്യാനങ്ങളും സന്ദർശക കേന്ദ്രങ്ങളും പാർക്കുകളും പൂട്ടി. പാസ്പോർട്ട് അപേക്ഷ, സർക്കാർ ആനുകൂല്യങ്ങൾ തുടങ്ങിയ പലതിനുമുള്ള നടപടിക്രമങ്ങൾ ആൾ ലഭ്യതയില്ലാത്തതിനാൽ വൈകിയിരുന്നു. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ വൈകുന്നത് പൊതുജനാരോഗ്യത്തെ ബാധിച്ചിരുന്നു. അതേസമയം ഷട്ട്ഡൌൺ അവസാനിച്ചെങ്കിലും ഇരു പാർട്ടികളും വ്യക്തമായ രാഷ്ട്രീയ നേട്ടം അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. റോയിട്ടേഴ്സ് ഇപ്സോസ് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ 50% അമേരിക്കക്കാർ ഷട്ട്ഡൌണിനും റിപ്പബ്ലിക്കന്മാരെയും 47% പേർ ഡെമോക്രാറ്റുകളെയുമാണ് കുറ്റപ്പെടുത്തുന്നത്. വർഷാവസാനം കാലഹരണപ്പെടുന്ന ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളുടെ വിഷയത്തിൽ തീരുമാനമാവാത്തത് ഡെമോക്രാറ്റുകളെ രോക്ഷത്തിലാക്കുന്നു. സെനറ്റിൽ ഡിസംബറിൽ ഇതിനായി വോട്ടെടുപ്പ് നടക്കാൻ ധാരണയായി എങ്കിലും ജനപ്രതിനിധി സഭയിലെ വോട്ടെടുപ്പ് നടത്തണമെന്ന സ്പീക്കർ മൈക്ക് ജോൺസൺ ഉറപ്പു നൽകിയിട്ടില്ല. ജെഫ്രി എപ്സ്റ്റനുമായി ബന്ധപ്പെട്ട തരം തിരിക്കാത്ത എല്ലാ രേഖകളും പുറത്തുവിടുന്നതിനുള്ള വോട്ടെടുപ്പ് ഇനി നടക്കും. സെപ്റ്റംബറിൽ പ്രത്യേക തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഡെമോക്രാറ്റിക് അംഗം അഡേലിറ്റ സത്യപ്രതിജ്ഞ ചെയ്ത് ഉടൻ തന്നെ ഈ പ്രമേയം വോട്ടെടുപ്പിനായി അന്തിമ ഒപ്പിട്ടിരുന്നു. കൂടാതെ ക്യാപിറ്റോൾ ആക്രമണവുമായി ബന്ധപ്പെട്ട ഫെഡറൽ അന്വേഷണത്തിൽ സ്വീകാര്യത ലംഘിച്ച് എന്ന് ആരോപിച്ച് 8 റിപ്പബ്ലിക്കൻ സെനറ്റുമാർ നീതിന്യായ വകുപ്പിനെതിരെ 5 ലക്ഷം വരെ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യാനുള്ള അവസരവും ഈ ഫണ്ടിംഗ് പാക്കേജ് നൽകുന്നുണ്ട്. എന്തായാലും ഇനി കാത്തിരുന്ന് കാണാം അമേരിക്കയുടെ ഭാവി എന്താകുമെന്ന്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച